പുഷ്പ 2 അല്ലു അർജുൻ താഴത്തില്ലടാ. സംഗതി ആകെ വേറെ രീതിയിലേക്കാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലു അർജുനെതിരെ തെളിവുകൾ. യുവതി മരിച്ച സംഭവം അറിഞ്ഞിട്ടും അല്ലു അർജുൻ തിയേറ്ററിൽ സിനിമ കണ്ടു. തിയേറ്ററിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പോലീസ്. ദുരന്തത്തിന് ശേഷം നടൻ ആളുകളെ അഭിവാദ്യം ചെയ്യുന്നതും ദൃശ്യങ്ങളിൽ. ഇത് ആക്ച്വലി ഞാൻ ഇതിനു മുമ്പ് അല്ലു അർജുന് ഈ അറസ്റ്റ് റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഞാനൊരു വീഡിയോ ക്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മരണപ്പെട്ട ലേഡി ആൻഡ് ആ കുട്ടി തിയേറ്ററിലേക്ക് വരുന്നതും അവിടെ ആ ഒരു തിക്കും തിരക്കും ഉണ്ടായതിന് ശേഷം ആ ലേഡി വീണ് കിടക്കുന്നതും ആ ലേഡിക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഒരു എയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പോലീസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊരു CCTV വിഷ്വൽ അല്ല, ഒരു ചാനൽ വീഡിയോ ആണ്. ഓക്കെ, ആൻഡ് കപ്പിൾ ഓഫ് അതർ വീഡിയോസിൽ കൃത്യമായിട്ട് കാണാനും പറ്റും അല്ലു അർജുൻ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. കാറിന്റെ മുകളിൽ നിന്നിട്ട് കൈ വീശി കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് നടക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഗെയിൻ അല്ലു അർജുൻ അറസ്റ്റ് ചെയ്യപ്പെടുമോ, എഗെയിൻ അല്ലു അർജുൻ ജയിലിലേക്ക് പോകുമോ എന്നുള്ളതാണ്. കാരണം ഡിഗിങ് ഡീപ്പ് ഇൻ ടു ദിസ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും പറയുന്നു, അല്ലു അർജുൻ ഒരു റീസൺ ആണോ ഒരു കാരണക്കാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഡെഫിനറ്റ്ലി ആണെന്നേ ഞാൻ പറയുള്ളൂ. അല്ലാന്ന് വെച്ചാൽ അല്ലാന്ന് പറയാൻ പറ്റും. ഇല്ല, അങ്ങനെ അല്ലാന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. പക്ഷെ അത് സംഭവിച്ചു, അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണക്കാരനാണെന്ന് ചോദിച്ചാൽ ആണ്, അല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് അല്ലു അർജുനും പറയില്ല. കാരണക്കാരനാണെന്ന് വെച്ചാൽ യെസ് അല്ലു അർജുൻ കാരണക്കാരനാണ്. പക്ഷെ സംഭവിച്ചതിൽ ഇനിയിപ്പോ പ്രത്യേകിച്ച് അതിൽ പൊളിറ്റിക്സ് എടുത്ത് വെച്ചിട്ടോ 50-50 ഞാൻ പറയുള്ളൂ. ആണോ വെച്ചാൽ ആണ്, പക്ഷെ അല്ല ഈവൻ അല്ലു അർജുൻ അഡ്മിറ്റ് ചെയ്തത്. അപ്പൊ ഇന്നലെ വന്നിട്ട് പ്രസിനെ അഡ്രസ് ചെയ്തപ്പോൾ അല്ലു അർജുൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ദ റീസൺ ഞാനാണ്. പക്ഷേ സംഭവിച്ചു. പക്ഷെ അതിലെ രാഷ്ട്രീയം പറഞ്ഞ് എന്റെ തലയിലേക്ക് വീണ്ടും അല്ലെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞ എന്നെ അത് ശരിയല്ലടേ. ഒരു നാട്ടിലെ രാഷ്ട്രീയക്കാരും ഒരു രാഷ്ട്രീയം പറഞ്ഞ് ഒരു നടന്റെ വർക്ക് ഇല്ലാതാക്കുന്നതോ അയാളുടെ കരിയർ ഇല്ലാതാക്കുന്നതോ അയാളെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ രാഷ്ട്രീയം കളിച്ചു കഴിഞ്ഞാൽ അതിനോട് ഒട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, യോജിക്കാൻ പറ്റില്ല. പ്രൊമോഷൻ ഗിമിക്ക് ആയിരുന്നു അത്, യെസ് പ്രൊമോഷൻ ഗിമിക്ക് ആയിരുന്നു. പക്ഷെ അത് കൈവിട്ടു പോയൊരവസ്ഥയായി. ഇനി ആരും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യില്ല എന്നുള്ളതാണ് അല്ലു അർജുന് കിട്ടുന്ന ഈ തിരിച്ചടിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലു അർജുന്റെ പ്രശ്നം തുടങ്ങുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പവൻ കല്യാണിന്റെ എതിരാളിയായ ശില്പ രവി ചന്ദ്രയെ YSRCP ഗ്രൂപ്പാണ്. ഈ പറഞ്ഞ വ്യക്തിയെ എന്ത് ചെയ്തു, വീട്ടിൽ പോയിട്ട് കണ്ടു. അതും ആ ഇതിന്റെ ഇലക്ഷന്റെ ടൈമിൽ വീട്ടിൽ പോയി കണ്ടിട്ട് ഇയാളുടെ ബാൽക്കണിയിൽ വന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്ത് കൈ തട്ടി ടാറ്റ കാണിക്കും പരിപാടിയൊക്കെ ചെയ്തു. അതിന്റെ പേരിൽ അന്ന് എനിക്ക് തോന്നുന്നത് കേസ് അഗെയിൻസ്റ്റ് അല്ലു അർജുൻ ഉണ്ടായിരുന്നു. എന്തോ ഒരു വയലേഷൻ പോൾ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കേസും കാര്യങ്ങളൊക്കെ അന്ന് അല്ലു അർജുന്റെ എതിരെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ മെഗാ ഫാമിലിയിലെ അടികൾ തുടങ്ങുന്നതും മെഗാ ഫാമിലിക്കകത്തുള്ള പ്രശ്നങ്ങൾ, പൊളിറ്റിക്സ് പറഞ്ഞുള്ള പ്രശ്നങ്ങൾ. അല്ലു അർജുന്റെയും ചിരഞ്ജീവിന്റെയും ഫാമിലി വേറെ വേറെ ഫാമിലി അല്ല, ഒക്കെ മാമൻ അമ്മാവൻ മക്കളും അങ്ങനെയാണ്. എടി മെഗാ ഫാമിലിയാണ് ഇവര്. പവൻ കല്യാണും ചിരഞ്ജീവിയും മെഗാ ഫാമിലി. അതിനകത്ത് ഈ പൊളിറ്റിക്സും കൂടി ഒരു പല ടീമുകളുണ്ട്. കുടുംബം, ആ കുടുംബത്തിനകത്ത് സിനിമാക്കാരന്റെ രാഷ്ട്രീയക്കാരും ആവുമ്പോ ഡിഫറൻസസ് വരുമല്ലോ. അതുകൊണ്ട് വന്നതാണ്. എന്താണെങ്കിലും രേവന്ത് റെഡ്ഡി, ഇപ്പത്തെ തെലങ്കാന CM രേവന്ത് റെഡ്ഡി അങ്ങനൊരു സാധനം പറഞ്ഞ നിയമസഭയിൽ. അതായത് ഇന്നലെ മൊത്തം ഇവിടെ വണ്ടിയിലിരുന്ന് വീഡിയോ കേൾക്കുമ്പോ സ്നേഹയ്ക്കൊന്നും മനസ്സിലാവണം സ്നേഹം എന്താന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞത് കേട്ടോ. എനിക്ക് തെലുങ്ക് മനസ്സിലായില്ലെങ്കിലും ഹിന്ദി മനസ്സിലാവില്ല. ആർക്കും ഹിന്ദി മാലൂം ഹേ എന്നോടല്ലടി, ഞാൻ പ്രേക്ഷകരോടാ ചോദിച്ചത്. हटा के इनके जो भी है सब सिक्योरिटी वाले पुलिस को हैंड ओवर कर देके DCP जाके हीरो को बोल दिए कि भाई तुम तुरंत निकलना, नहीं तो हम लोग अरेस्ट करना पड़ता, क्योंकि 2 लाश गिर गए बाहर। आप यहाँ पर थिएटर में बैठ के तमाशा किए तो ये कंट्रोल नहीं होने वाले हैं, हम नहीं सुनने वाले हैं, आपको अरेस्ट करके पुलिस स्टेशन लेकर जाना पड़ता, आप तो निकलो। जबरदस्ती से वो हीरो को हमारा DCP वो लॉ एंड ऑर्डर सिचुएशन देखकर उनको बाहर लेकर आए। बाहर गाड़ी में बिठाने के बाद फिर जाते होकर फिर रूफटॉप निकाल के फिर लोगों को ऐसा कर रहा, तो ये कैसे इंसान है? हम लोग क्या बोलना है सर? मुझे तो समझ में नहीं आ रहा। मैं बाहर ये बोल भी नहीं सकता हूं, अगर कुर्सी में बैठकर खामोश भी नहीं बैठ सकता हूं। तो ऐसे इंसान भी आजकल दुनिया में है. ఈ సినీ ప్రముఖులు
ఒక్క రోజు కోసం పోలీస్ స్టేషన్ పోయిన ఇంటికాడ క్యూ కట్టి ప్రభుత్వాన్ని తిడుతుండ్రు, నన్ను తిడుతురు, అతన్ని పరామర్శిస్తున్నారు. ఏమైంది అధ్యక్ష? అతను కాలు పోయిందా, కన్ను పోయిందా, చేయి పోయిందా, ఏమైనా కిడ్నీలు దెబ్బతిన్నా, ఏమైంది? అతన్ని ఇంతమంది సీనియర్ ప్రముఖులు పరామర్శించారు, కలిసిండ్రు, అభినందించారు. కానీ ఆ పిల్లగాన్ని కనీసం అన్న పరామర్శించడానికి సీనియర్ ప్రముఖులు ముందుకు రాలేదంటే సినిమా ఇండస్ట్రీలో ఉన్న ప్రముఖులు ఏం ఆలోచన చేస్తుండ్రో, ఏం കോർക്കുണ്ടോ నాకైతే తెలియదు. അതായത് ലാസ്റ്റ് പറഞ്ഞെനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിയല്ലേ? അതായത് ആ പറ്റിയ ആൾക്കാരെ പോയിട്ട് ആരും എന്ത് ചെയ്യുന്നില്ല, കൺസോൾട്ടേറ്റ് ചെയ്യുന്നില്ല. അവരെല്ലാവരും അപ്പുറത്താണ് പോണത്. ഓക്കെ, അതെന്താന്ന് ചോദിച്ചൊരു ചോദ്യം വാലിഡ് ചോദ്യമാണ്. പക്ഷെ അവിടെ ഒരു വേറെ കാരണമുണ്ട്. അല്ലു അർജുൻ പ്രസിനെ അഡ്രസ് ചെയ്തപ്പോ പറഞ്ഞൊരു കാര്യം എന്താ പറഞ്ഞാൽ, അല്ലു അർജുന് പോണമെന്നുണ്ട്. പക്ഷെ കേസ് ആയതുകൊണ്ട് കേസുള്ള ഒരു വ്യക്തി അവിടെ പോയി കഴിഞ്ഞാൽ വരുന്ന നിയമപരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസും കൂടി നോക്കണം. സാക്ഷി സ്വാധീനം പ്രശ്നമാണ്. അല്ലു അർജുനും അല്ലു അർജുന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആർക്കും അവിടെ പോവാൻ എനിക്ക് തോന്നുന്നു പെർമിഷൻ ഇല്ല ഒന്നും. കാരണം ഓൾറെഡി കേസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. നമുക്കെതിരെ കേസ് കൊടുത്ത ആളുടെ വീട്ടിൽ നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ല, നിയമപരമായിട്ട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞ കാര്യം, ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, സിനിമാക്കാരുടെ ഭാഗത്തുനിന്നും അല്ലു അർജുന്റെ ഭാഗത്തുനിന്നും തക്കതായ വീഴ്ച വന്നിട്ടുണ്ട്. എത്ര എക്സ്പീരിയൻസ്ഡ് ആണ്, എത്ര വർഷത്തിൽ എത്രയോ സിനിമകൾ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ പോയി വരുന്നു എന്ന് പറഞ്ഞാലും ഇങ്ങനൊരു സാധനം സംഭവിക്കാം എന്നുള്ളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. കാരണം അത്രത്തോളം ക്രൗഡ് ഉണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ പോലീസുകാരുടെ ഭാഗത്തുനിന്നും ഒരു എന്താ പറയുക, അശ്രദ്ധ സംഭവിച്ചിട്ടില്ലേ? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അശ്രദ്ധ സംഭവിച്ചിട്ടില്ലേ? അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്, പേഴ്സണൽ ആയിട്ടുള്ള രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് അല്ലു അർജുൻ്റെ തലയിൽ കൊണ്ടുപോയി ഇടുന്നത് ഒരു തരം പൊളിട്രിക്കാണ്. അതൊരു പൊളിറ്റിക്കൽ ഗിമിക്കാണ്. എനിക്ക് ഡൗട്ട് എന്താ അറിയാം, പോലീസുകാർ പറഞ്ഞു ഇവരല്ല പറയണത്. അല്ല, അത് പോലീസുകാരെന്നെ പത്രസമ്മേളനം വിളിച്ച്, ഞാൻ ആ ഫുട്ടേജ് ഞാനിവിടെ പ്ലേ പറഞ്ഞിട്ടുണ്ടോ? അവിടെ DCP പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെന്താ വിഷയം ചെയ്ത് തെലുങ്കിലായതുകൊണ്ട് നമുക്ക് അല്ല, CCTV ഫൂട്ടേജ് ഒക്കെ വന്ന സംഭവം പറയണ്ടല്ലോ. ആ CCTV ഫൂട്ടേജിൽ എന്താ മനസ്സിലാവില്ലല്ലോ. പറഞ്ഞൊരു കാര്യമുണ്ട്. സീമ പറഞ്ഞ കാര്യത്തില് രണ്ടുപേര് മരിച്ചു എന്നുള്ളതല്ല, കുട്ടി മരിച്ചത് പിന്നെയാണ്. കുട്ടിക്ക് ബ്രെയിൻ ഡെത്ത് ആയിരുന്നു. കുട്ടി കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാ മരിച്ചത്. അമ്മയാണ് ആ സ്പോട്ടിൽ മരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് അല്ലു അർജുൻ പറഞ്ഞതിലും കുറച്ച് എനിക്ക് തോന്നുന്നു മാറ്റങ്ങളുണ്ട് തോന്നുന്നു. അല്ലു അർജുൻ പറഞ്ഞത് ഞാൻ നെക്സ്റ്റ് ഡേ അറിഞ്ഞു എന്നാണ്. അതാ ഞാൻ പറഞ്ഞത്, പോലീസുകാരെ CCTV ദൃശ്യങ്ങൾ വിട്ടു എന്ന് പറയുന്നുണ്ട്, സംസാരിച്ചു. ഇങ്ങനെ പോലീസുകാരെ CCTV വിഷ്വൽസിൽ ഉള്ളത് മറ്റേ ഈ പറഞ്ഞ ലേഡി നിലത്ത് വീഴുന്നത്, അല്ലു അർജുൻ ടാറ്റ കാണിച്ച് പോകുന്നതുമാണ്. തിയേറ്ററിന് അകത്തു നിന്നുള്ള വിഷ്വൽ ഉണ്ടോന്ന് ചോദിക്കേണ്ടത്. അതായത് DCP അല്ലു അർജുനെ വന്ന് സിനിമ കാണുമ്പോൾ ഈ പ്രശ്നങ്ങളുണ്ട്, പോണം എന്ന് പറയുന്ന വിഷ്വൽസ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അത് ഞാൻ കണ്ടല്ലോ, അതല്ല ഉള്ളത്. കൺവേ ചെയ്തു പറഞ്ഞു. അത് മാത്രമല്ല, വലിയ വേറൊരു ക്ലെയിം ഉണ്ട്. ഇവിടെ DCP ക്ലെയിം ചെയ്തത് മാത്രമായിരുന്നു, അല്ലെങ്കിൽ പോലീസുകാരും ചെയ്തത് മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ പല ചോദ്യങ്ങളും എന്ത് ചെയ്യായിരുന്നു ഇവിടെ നമുക്ക് ചോദിച്ചിട്ട് വിടാം. നിയമസഭയിൽ അത് മാത്രമല്ല ഉണ്ടായത്. നിയമസഭയിൽ നമ്മളെ അങ്ങനെ പേരെന്തായിരുന്നു, അക്ബറുദ്ദീൻ ഉവൈസി, അങ്ങേര് നീച്ചെന്ന് പറഞ്ഞത് കേട്ടില്ലേ? അല്ലു അർജുന്റെ പേരൊന്നും അങ്ങേര് എടുത്ത് പറഞ്ഞില്ല. ബട്ട് അങ്ങേര് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അല്ലു അർജുൻ അങ്ങനെ പറയൂ എന്നുള്ള തോന്നല് നമുക്ക് വരും. അതായത് അല്ലു അർജുനോട് ഇൻഫോം ചെയ്യാണ്, പുറത്ത് ഇങ്ങനെ തിരക്കാണ്, പെട്ടെന്ന് പോണം, അപ്പൊ ഓൾറെഡി ഒരു ലേഡി മരിച്ചു എന്ന് പറഞ്ഞപ്പോ ഇന്റെ സിനിമ ഷുവർ ഹിറ്റാണെന്ന് അല്ലു അർജുൻ പറഞ്ഞു എന്ന് നിയമസഭയിൽ നീച്ച് നിന്നിട്ടാണ് ഒരു MP പറയുന്നത്. ഞാൻ കണ്ടു. അത് ചെറിയ കാര്യമില്ല, അത് വെറുതെ പറയൂ ആരെങ്കിലും. അത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന്. ഇങ്ങനെ കുറിച്ച് വേറെ കുറെ സംഗതികൾ വേറെ ഉണ്ട്. നമുക്കത് വിശ്വസിക്കാനും പറ്റില്ല. അങ്ങനെ പറഞ്ഞു ഒരാൾ പറയാൻ റെഡി അങ്ങനെയൊന്നുമില്ല. പറയണ നോണയൊക്കെ അവിടെയുള്ള രാഷ്ട്രീയക്കാരൊക്കെ പിന്നെ സത്യസന്ധമാരാണല്ലോ. സത്യസന്ധതയല്ലേ ഇത്, പെട്ടെന്ന് ക്ലെയിം ചെയ്യാൻ സുഖമാണ്. പക്ഷെ അത് ക്ലെയിം ചെയ്താൽ അതിന് പ്രൂഫ് ഒന്നും ഇല്ലല്ലോ. സൗണ്ട് വേണ്ട, അവര് പറയാണ് DCP അവിടെ ചെന്ന് പറഞ്ഞു. അത് ഇവർക്ക് പറയാം, പോലീസുകാർ പറഞ്ഞതിന്റെ അപ്പുറം വേറെ പോവില്ലെന്ന് ഉറപ്പല്ലേ. അപ്പൊ പോലീസുകാർ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അല്ലു അർജുൻ നിഷേധിച്ചാലും പ്രൂഫ് ഇല്ല. അല്ലു അർജുൻ നിഷേധിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഇത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ അടുത്ത് DCP വന്നിട്ടില്ല, എന്നെ അറിയിച്ചിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞു. അല്ലു അർജുന്റെ വേർഷനിൽ അല്ലു അർജുൻ പറയുന്നത് അല്ലു അർജുന്റെ സെക്യൂരിറ്റീസ് അല്ലു അർജുനോട് വന്ന് പറഞ്ഞു എന്നാണ്. ഇരുട്ടായതുകൊണ്ട് സെക്യൂരിറ്റീസ് ആണോ ആരാണെന്ന് അറിയില്ല എന്നുകൂടി അല്ലു അർജുന്റെ ഒരു വേർഷനകത്ത് അല്ലു അർജുൻ പറയുന്നുണ്ട്. അത് സ്വാഭാവികമാവാം, എനിക്കങ്ങനെ തോന്നുന്നു. കാരണം ആ തിരക്കിന്റെ ഇടയിൽ ആൾക്കാർ വന്ന് പറഞ്ഞു. അത് പോലീസാണോ എന്താണെന്ന് കൺഫ്യൂഷൻ ആവും ചെയ്യാം. അത് ഞാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം സീരിയസ് അലിഗേഷൻ ആണ് ഇത് പറയുന്നത് കേട്ടോ. ये सब्जेक्ट से हटकर है, लेकिन मैं बोल रहा हूं, मैं नाम लेना नहीं चाहता वो मशहूर फिल्म स्टार का, क्योंकि मैं अहमियत देना नहीं चाहता. लेकिन सर, मेरे इंफॉर्मेशन के हिसाब से वो फिल्म स्टार गए थिएटर को
पिक्चर देखने के लिए बैठे हुए थे, गड़बड़ हुई, उसके बाद पुलिस वाले आकर बोले कि भगदड़ हो गई, स्टैम्पेड हो गया, 2 बच्चे गिर गए हैं, एक लेडी मर गई है। तो उसके बाद में वो फिल्म स्टार पलट के ऐसा मुस्कुराते हैं और बोलते हैं अब तो पिक्चर हिट होने वाली है। और जो लोग बोल रहे हैं कि वेव कर लेते गए, सर 1-2 बच्चे स्टैम्पेड में आ गए, एक औरत मर गई, उसके बाद भी वहीं पर बैठकर पूरा पिक्चर देखकर उठकर जाते वक्त भी वो स्टैम्पेड को नहीं देखे, वो फिर गाड़ी में बैठ के ऐसा वेव कर लेते हुए गए। क्या मैं सही हूं या गलत हूं सर, आप बोलिए? क्योंकि एक मैसेज ऐसा दे रहे हैं कि गवर्नमेंट जुल्म कर रही है, ज्यादती कर रही है। सर इंसानियत कहां है बताइए? Sir, I also go for public meetings, sir, where thousands of people come. I make sure that there is no stampede, sir. I make sure that the security around me doesn't push the people so that, nobody comes under the stampede, sir. I went for the Maharashtra election, thousands and lakhs of people were there, sir. And I made sure that nobody is pushed. അതായത് രാഷ്ട്രീയക്കാരനാണ് ഞാൻ, ഓക്കെ, തിയേറ്ററിൽ പോയി അല്ലു അർജുനോട് പറഞ്ഞു, അപ്പോൾ സിനിമ ഹിറ്റാവും എന്ന് പറഞ്ഞു, അത് ഇഗ്നോർ ചെയ്തു. അതിനുശേഷം പടം ഫുള്ളായിട്ട് കണ്ടു, പുറത്തിറങ്ങി കൈ കാണിച്ചു, ടാറ്റ കാണിച്ചു, തിരക്കിൽ പെട്ട് ഇഞ്ചർ ആയവരെയൊന്നും കൺസിഡർ ചെയ്യില്ല എന്നാണ് ഇവരുടെ വേർഷൻ. ഓക്കെ, ഇവർ പറയുന്നത്, അവിടുത്തെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആൻഡ് ഗവൺമെന്റ് പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ പല സ്ഥലത്തും പോകുന്ന സമയത്ത് ഐ വിൽ മേക്ക് ഷുവർ അവിടെയാണ് പോയിന്റ്. ഇത് ഒരു രാഷ്ട്രീയക്കാരനല്ല, ഇത് അല്ലു അർജുനാണ്. ഇവര് പറയുന്നത് വെച്ചിട്ടാണ് ഈ ഗവൺമെന്റ് പറയുന്നത് ഈ തിയേറ്ററിൽ ഓൾറെഡി പെർമിഷൻ ഡിനൈലാണ്, വരാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ വരരുത് എന്നുള്ളൊരു പെർമിഷൻ ചോദിച്ചപ്പോൾ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബൈ ഡിഫോൾട്ട് വന്നു. ഇവിടെ നമ്മൾ പോലീസ് ആവുമ്പോൾ അല്ലെങ്കിൽ പോലീസ് സിസ്റ്റം അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സാധനം വരുന്നതിന് മുന്നേ ആന്റിസിപ്പേറ്റ് ചെയ്യണം. ഇത്ര തിരക്ക് വരാം, ഇത്ര ആളുകൾ വരാം എന്നുള്ള ആന്റിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് അതിന് അതിൻ്റെതായിട്ടുള്ള എന്ത് ചെയ്യണം, മെഷേഴ്സ് എടുക്കണം, സേഫ്റ്റി മെഷേഴ്സ് അവരെടുക്കണം, ഗവൺമെന്റും പോലീസും. അതിവിടെ കൺഫേം ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ അല്ലു അർജുന്റെ മേത്തും അല്ലു അർജുന്റെ സെക്യൂരിറ്റീസിന്റെ മേത്തും ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലെയിം ഇടുന്നുണ്ട്. അത് രാഷ്ട്രീയ താല്പര്യമാണോ വാട്ട് എവർ ഇറ്റ് ഈസ് എന്നുള്ളത്, അതിനെക്കുറിച്ച് എനിക്ക് ഈ പറഞ്ഞ മാതിരി നമ്മൾ എത്ര ഡീപ്പ് ഡൈവ് ചെയ്താലും നമുക്കതിന് ഒരു കൺഫർമേഷൻ പറയാൻ പറ്റില്ല. കാരണം ഇവർ ഇവിടെ ഇരുന്ന് പറയുന്നത് എന്താ, ഒരു ഹ്യൂമാനിറ്റേറിയൻ ബേസിസിൽ ഒരു നടൻ ഇത് ചെയ്യാൻ പാടുമോ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. നിയമത്തിന്റെ വഴിക്ക് കാര്യമുണ്ട്. ഈ സമയത്ത് ഈ ന്യൂസ് വന്ന സമയത്ത് ഏതൊരു പൊളിറ്റീഷ്യൻ വന്നിട്ട് 10 പേര് മരിച്ച സംഭവം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആരും കേസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഷാറൂഖ് ഖാൻ ഒരു വട്ടം 2017 ഒരു പടം, എനിക്ക് ഓർമ്മയില്ല, പടം ഞങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ, റെയിൽവേ സ്റ്റേഷൻ, വടോദര റെയിൽവേ സ്റ്റേഷൻ, ഏതോ റെയിൽവേ സ്റ്റേഷൻ മറ്റേ കോട്ടൂര് പുറത്തേക്ക് എറിഞ്ഞു. ട്രെയിൻ പാസ് ചെയ്ത് പോണ വഴിക്ക് ഇങ്ങനെ ചുമ്മാ കോട്ടൂര് പുറത്തിറങ്ങി കോട്ട് പിടിക്കാൻ പോയ ആരോ മരിച്ചു. മരിച്ചതിന് ശേഷം ഇങ്ങനെക്കെതിരെ കേസ് വന്നു. അത് സുപ്രീം കോടതി ഒരു കേസ് ആവുന്നുണ്ട്. അത് ഭയങ്കര സംഭവമായിരുന്നു ആ 2017 സമയത്ത്. പിന്നെ അത് അല്ലു അർജുൻ അല്ല, ഞാനിത് പറയാൻ കാരണം ആ തെലങ്കാനയിൽ തന്നെ ഏതൊരു മന്ത്രി ഏതോ അവിടെ പോയിട്ട് അവിടെ എന്തോ സ്റ്റാമ്പേഡ് ഉണ്ടായിട്ട് 10 പേര് മരിച്ചതിന് കേസ് കൊടുത്തില്ല, എന്താ അല്ലു അർജുന മുദ്ര മാത്രം കേസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട്. ഇതിൽ എന്താ പറയുക, അതിലെ പൊളിറ്റിക്കൽ സൈഡ് ഉണ്ടോ എന്നുള്ളതാണ്. ഇത് റിപ്പോർട്ടർ ചാനലിൽ ഇതിന്റെ പൊളിറ്റിക്കൽ സൈഡിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നമ്മളിരുന്ന് ഇങ്ങനെ പറയുന്നേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് അവര് പറഞ്ഞതൊന്ന് കേക്ക്. പുഷ്പ 2 സിനിമയുടെ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ ഹൈദരാബാദ് പോലീസ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ അറസ്റ്റ് ഒരു പകപോക്കലാണെന്ന ആരോപണവും വിമർശനവുമായി അല്ലു ആരാധകർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ചിരഞ്ജീവിയുടെ മെഗാ ഫാമിലിക്കെതിരായാണ് ആരാധക രോക്ഷം അണപൊട്ടിയിരിക്കുന്നത്. എന്തായിരിക്കാം അതിനുള്ള കാരണങ്ങൾ? തെലുങ്ക് സിനിമയിലെ ഏറ്റവും ശക്തരായ കുടുംബങ്ങളിൽ ഒന്നായ ചിരഞ്ജീവിയുടെ മെഗാ ഫാമിലിയുമായി അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ല ബന്ധു കൂടിയായ അല്ലു അർജുൻ എന്നാണ് ടോളിവുഡിൽ നിന്നുള്ള സംസാരം. അല്ലു അർജുന്റെ അമ്മാവനാണ് ചിരഞ്ജീവി. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്താണ് മെഗാ ഫാമിലിക്കുള്ളിലെ തർക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ശക്തമായത്. ആന്ധ്രാപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നന്ദ്യാൽ മണ്ഡലത്തിലെ YSR കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി ശിൽപ രവിയുടെ വീട് അല്ലു അർജുൻ സന്ദർശിച്ചിരുന്നു. വീടിന് പുറത്ത് തടിച്ചുകൂടിയ ആരാധകരെ അല്ലു അർജുൻ അഭിസംബോധന ചെയ്തതോടുകൂടിയാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നാണ് ആരാധകർ പറയുന്നത്. സുഹൃത്തിന്റെ വീട് സന്ദർശിച്ച ഇദ്ദേഹം ഇലക്ഷൻ പ്രചാരണത്തിനായി എത്തിയതാണെന്ന രീതിയിൽ വാർത്തകൾ വന്നു. അമ്മാവനായ പവൻ കല്യാൺ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അല്ലു അർജുൻ പ്രചാരണം നടത്തിയെന്ന നിലയിൽ കൂടിയായിരുന്നു സന്ദർശനം വ്യാഖ്യാനിക്കപ്പെട്ടത്. സന്ദർശനം രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗമല്ലെന്ന് അല്ലു അർജുൻ പറഞ്ഞെങ്കിലും അവിടം കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചില്ല.
പവൻ കല്യാൺ ഇലക്ഷനിൽ വിജയിച്ചപ്പോൾ കുടുംബത്തിൽ നടന്ന ആഘോഷങ്ങളിൽ അല്ലുവിന്റെ കുടുംബം ഉണ്ടായിരുന്നില്ല. പിന്നീട് താരകുടുംബത്തിൽ നടന്ന പല ചടങ്ങുകളിലും അല്ലു അർജുന്റെയും കുടുംബത്തിന്റെയും സാന്നിധ്യമില്ലായിരുന്നു. ഇലക്ഷന് ശേഷം പവൻ കല്യാൺ നടത്തിയ പല പരാമർശങ്ങളും അല്ലു അർജുന് നേരെയുള്ള അമ്പുകളായിരുന്നു എന്നാണ് ആരാധകരുടെ കണ്ടെത്തലുകൾ. ഒരിക്കൽ കർണാടക വനമന്ത്രി ഈശ്വർ ബി ബന്ദ്രയ്ക്കൊപ്പം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പണ്ട് സിനിമകളിൽ മരം രക്ഷിക്കുന്നവരെ ഹീറോയായി കണ്ടിരുന്ന കാലത്തു നിന്നും ഇപ്പോൾ മരങ്ങൾ അനധികൃതമായി വെട്ടിക്കടത്തുന്നവരെ ഹീറോ ആയി യുവാക്കൾ ആദരിക്കുന്നു എന്ന പവൻ കല്യാണിന്റെ പരാമർശം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പുഷ്പ എന്ന അല്ലു അർജുൻ കഥാപാത്രത്തെയാണ് പവൻ കല്യാൺ ഉദ്ദേശിച്ചത് എന്ന് ഏറെക്കുറെ ഇതിൽ നിന്നും വ്യക്തവുമായിരുന്നു. അല്ലു അർജുൻ മെഗാ ഫാമിലി അകൽച്ചയിൽ പുഷ്പ 2വിന്റെ ബോക്സ് ഓഫീസ് വിജയവും വലിയ ഘടകമാകുമെന്നാണ് ടോളിവുഡിൽ നിന്നുള്ള വിലയിരുത്തൽ. പുഷ്പ 2വിന് ശേഷം തെലുങ്കു സിനിമയിൽ റിലീസാകുന്ന വൻ ചിത്രം രാം ചരൺ നായകനാകുന്ന ഗെയിം ചേഞ്ചറാണ്. RRR എന്ന ചിത്രത്തിന് ശേഷം രാം ചരൺ നായകനായ ഒരു ചിത്രവും ഇറങ്ങിയിട്ടില്ല. മെഗാ ഫാമിലിയുടെ പിൻബലമില്ലാതെ അല്ലു ഒറ്റയ്ക്ക് ഒരു ചിത്രം 1000 കോടി ക്ലബിൽ എത്തിച്ചത് രാം ചരണിന്റെ ഗെയിം ചേഞ്ചറിന് മുകളിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നാണ് വിവരം. പുഷ്പ 2വിന്റെ റിലീസ് സമയത്തോ വിജയ സമയത്തോ മെഗാ ഫാമിലിയിൽ നിന്ന് ആരും ആശംസ നേരാത്തതും ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കരിയറിന്റെ ആദ്യ നാളുകൾ മുതൽ തന്നെ മെഗാ ഫാമിലിയുടെ മേൽവിലാസത്തിൽ നിൽക്കാൻ അല്ലു അർജുൻ ആഗ്രഹിച്ചിട്ടില്ലെന്നാണ് തെലുങ്ക് സിനിമാ മേഖലയിൽ നിന്നുള്ള പലരും ചൂണ്ടിക്കാണിക്കുന്നത്. മെഗാ ഫാമിലിയുമായി ചേർന്നു നിർത്താതെ തന്റെ കരിയർ ഉയർത്തിക്കൊണ്ടുവരാനാണ് നടൻ ശ്രമിച്ചതെന്ന് ഇവർ പറയുന്നു. പുഷ്പ 2വിന്റെ പ്രൊമോഷൻ പരിപാടികളിൽ അല്ലു അർജുന്റെ പ്രസംഗം വരെ ഇതിനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മെഗാ ഫാമിലിയിലെ ഒരാളുടെയും പേരെടുത്തു പറയാതെ ആയിരുന്നു നടന്റെ പ്രസംഗം. പുഷ്പ പോലെ അല്ലു അർജുന്റെ സ്റ്റാർഡത്തിൽ നിർണായകമായ ചിത്രത്തിന്റെ വേദിയിൽ മെഗാ ഫാമിലിയെ പരാമർശിക്കേണ്ട ആവശ്യമില്ലെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. എന്തൊക്കെയാ നടക്കണേ അല്ലേ? ഉണ്ടാവും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം വെർ മണി വെർ പൊളിറ്റിക്സ് ഇൻവോൾവ്സ്, അവിടെ പവർ ഇഷ്യൂസ് വരും, പവർ ക്ലാഷസ് വരും, ഈഗോ ക്ലാഷുകൾ വരും, എല്ലാം സംഭവിക്കാതിരിക്കുന്നില്ല. എന്താണെങ്കിലും പെട്ടുപോയത് അല്ലു അർജുന എന്നുള്ളത് അല്ലു അർജുന്റെ പ്രസ് മീറ്റ് കണ്ടപ്പോൾ മനസ്സിലായി. ഏറ്റവും രസം എന്ന് വെച്ചാൽ അന്ന് വിചാരിച്ചു ഇതൊക്കെ എനിക്ക് പൈസ ഉണ്ട് അല്ല, എന്താ പറയാ, ഞാൻ എന്താ പറഞ്ഞറിയോ, അന്ന് അല്ലു അർജുൻ വിചാരിച്ചോ സിമ്പിൾ ആണ്, നിസ്സാരാണ്, എനിക്ക് സുഖമായിട്ട് ഊരി പോരാ. അല്ലു അർജുൻ വിചാരിച്ചിട്ടുണ്ടാവും അവിടെ ഞാനൊരു അത് അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അല്ലു അർജുൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ കാര്യം കൈവിട്ടു പോയ അവസ്ഥയാണ് പറയുന്നത് കേട്ടോ. It's a very unfortunate accident that has happened and nobody to be blamed. I genuinely think there's nobody to be blamed. And I'm here not to blame anybody. I'm not here to be against any department or any political leader or individually or the government. No, not at all. I'm actually very thankful for the government because they've been very supportive to the film industry, and I'm very thankful for all that. This is just to state, there's a lot of misinformation, there's a lot of false allegation, and there's a lot of, communication gaps and, thinking that, and there are a lot of misquotations which I have not said. It is just to clear that I have not said anything like that. Please don't judge me. Please don't have character assassination on me. Please, it's my kind request. I am not that kind of a person. I've been here for 20 years. I have a reasonably credibility, and when it's damaged overnight, in one evening, for a number of years, I've earned this respect after 22 years of work, and overnight when it's sabotaged, it really hurts. 3 years of my life I've put into this film, and it means everything to me, and I went to see this movie in the theatre, and I've been to the same theatre 20-30 times in my life before, and there is also information that I've been very irresponsible going to the theatre without any permission, which is not true at all. The theatre has sought permission, and I've been there, and right in front of my eyes there's police people who are clearing the way, so I was going by their direction. In fact, if there's no permission, they'll tell us that, sir, we don't have permission, please return back. And I'm a law-abiding citizen, and I would have followed that. So nothing of that information was given to me. So I was following as per their guidance, and we went inside, and there was a lot of crowd, and it is no road show, it is no procession. It's just crowd outside the theatre, right outside the theatre, just a couple of maybe meters and yards outside the theatre. I just wave my hands because that's the respect that hundreds of people come to see you. It's my basic respect that I wave my hands. കുറച്ചൊക്കെ ഈ പറഞ്ഞ മാതിരി അഡ്വക്കേറ്റ്സ് ഒക്കെ എഴുതി കൊടുത്ത കാര്യങ്ങൾ പ്രശ്നം ഒന്ന് അഡ്രസ് ചെയ്യുക, ഇനി കൂടുതൽ ഗവൺമെന്റിനെ പ്രൊവോക്ക് ചെയ്യാത്ത രീതിയിൽ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഇപ്പൊ അല്ലു അർജുൻ ബേസിക്കലി ഇവിടെ തുടക്കത്തിൽ ചെയ്തു വെച്ചത്. പക്ഷെ അല്ലു അർജുന്റെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, അട്ടർലി വറീഡാണ്, ഭയങ്കര വറീഡാണ്. കാരണം
ഒരു ഗവൺമെന്റും ഒരു സിസ്റ്റവും കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് നിന്നാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നല്ല നമുക്കറിയാവുന്ന കാര്യമാണ്. പല നടന്മാരുടെ കാര്യത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ. അപ്പൊ ആളൊന്ന് ഇളകിയിട്ടുണ്ട് ആള്. പിന്നെന്ന് പറഞ്ഞാൽ വരുവിടെ ചില പറയാത്ത കാര്യങ്ങളും നമ്മൾ അയാൾ തന്നെ പറയുന്നുണ്ട് അയാള് കാരണം തന്നെയാണ് ഇത് സംഭവിച്ചത്. പക്ഷെ അയാൾ പറയാത്തതോ അയാൾ തിങ്ക് ചെയ്യാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുപോകുമ്പോ അത് കാര്യം മാറും. കാരണം കുറെ മിസ്കമ്മ്യൂണിക്കേഷൻ വരും, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും, അതുകൊണ്ട് വരുന്ന കുറെ ഇഷ്യൂസ് വരും. പക്ഷെ ഈ അല്ലു അർജുൻ പറഞ്ഞ ഈ സംഗതി ഉണ്ടല്ലോ, ഇത് കൈ കാണിച്ചത് റെസ്പെക്ട് ആണ് അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ കൈ കാണിക്കുന്നത് വീണ്ടും വീണ്ടും ആളുകൾ എന്ത് ചെയ്യും, തിക്കും തിരക്കും കൂടാനുള്ളൊരു ചാൻസേ ഞാൻ കാണുന്നുള്ളൂ. തിയേറ്ററിന്റെ പുറത്തുനിന്ന് മാത്രമല്ല വണ്ടി പോകുമ്പോഴൊക്കെ കൈ കാണിച്ച് ഡാറ്റ കാണിച്ചിട്ട് തന്നെയാണ് പോയത്. അപ്പൊ ആ ടൈമിൽ ആലോചിച്ച് കാണൂല. അല്ല, കാരണം ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഓരോ ഉദ്ഘാടനമൊക്കെ വരുമ്പോ ഇഷ്ടം പോലെ പാർട്ടിക്കാരുടെ മറ്റേ പ്രകടനം, സിനിമാക്കാരുടെ ഉദ്ഘാടനമൊക്കെ വരുമ്പോ എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിൽ അല്ല കൂട്ടങ്ങളുണ്ട്. പക്ഷെ എന്തോ ഭാഗ്യം അപകടം സംഭവിക്കുന്നില്ല. രക്ഷപ്പെട്ടിട്ടുണ്ട് ഇത്രയും തിരക്കുന്നത്. ഒരു വട്ടം നമ്മൾ കൊച്ചി കഴിഞ്ഞ ന്യൂ മുന്നത്തെ ന്യൂ ഇയറിന് ഇപ്രാവശ്യം ന്യൂ ഇയർ സംഭവിക്കും. കൊച്ചിയിൽ സാന്റാക്ലോസിന്റെ അവിടെ ഫോർട്ട് കൊച്ചി പോകുന്നവരോട് പറയാണ് അവിടുത്തെ തിരക്കും അവിടുത്തെ ആൾക്കൂട്ടത്തിലും എന്ന് ഇങ്ങനത്തെ ഒരു സംഗതി ആൾക്കൂട്ടത്തിൽ വീണ് ചവിട്ടി മരണപ്പെടും എന്നുള്ളത് നമുക്ക് പ്രശ്നമാണ് അവിടെ. ഇപ്രാവശ്യമൊക്കെ പോണവര് സേഫ് ആയിട്ട് പോയി വരിക. And after watching after we started watching the movie, within few minutes, like maybe I don't remember the time, but within some time they came and told me, sir, there is uncontrollable crowd outside the theater. You have to please vacate. I said 100% okay. No police personnel, nobody ever told me. It was just told by one or two of my managing people. It is a dark, so I didn't even exactly have details of who even told me. It was one of my managers only. It was no police for sure. Nobody even approached me. Nobody communicated to me. They just said there's overcrowd outside. We have to leave right now. And I left the crowd. And after leaving the crowd, I came back home. And next day, I came to know that there was a lady and there was a child. The lady died. Very, very, very unfortunate. An accident happened in a stampede. Not a stampede, sorry. An accident happened that that lady died outside the theater due to that in that people in that suffocation. So and I had no idea about it. ശരിക്ക് അല്ലു അർജുൻ പറഞ്ഞതിൽ ലൈക്ക് ആരും വന്നില്ല, മാനേജറാണ് വന്ന, ഇരുട്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അല്ല അത് ഞാൻ കുറ്റം പറഞ്ഞില്ല, അതൊരു പോയിന്റ് ആണ്. കാരണം ഇരുട്ടത്ത് തിയേറ്ററിൽ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ടു സിനിമ പോലീസ് വന്നിട്ടില്ല എന്ന് പറയുന്നത് വൺ ഓഫ് ദ മാനേജർ എന്നാണ് പറയുന്നത്. പക്ഷെ പോലീസുകാർ ക്ലെയിം ചെയ്യുന്ന അല്ല, DCP പോയി പറഞ്ഞു, ഇപ്പോഴാണ് പറഞ്ഞതാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ആ സമയത്ത് തന്നെ ലീവ് ചെയ്തോ? ആ സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന് പറഞ്ഞു. പക്ഷെ സിനിമ ഫുള്ള് കാണായിരുന്നു അല്ല എന്നത്, കണ്ടിട്ടല്ല പോയത്? കണ്ടിട്ടാണ് പോയതാണ് പറയുന്നത്. Once next day I came to know, then I told all my close associates, everybody, to go immediately visit them. And they all visited them, and they said by the evening they've applied a case on me, they filed a case on me, so I cannot go visit them personally. From a legal standpoint, I couldn't visit them. I immediately wanted to see them. They said no, last night you went to the theater, there was a chaos. If you come to the hospital now, it will be a chaos, and also from a legal standpoint, it will be extremely long. Please do not come and meet them. So I've been waiting. Meer ippudu permission ivvani cheppandi, ippudu velipotanu nenu akadiki. Nenu aa edge lo unna. Anyways, coming back. This is what has happened. I have no clue. And where was I? I lost it. Where was I? No, where was I? Yeah, I wanted to go to the hospital, but I could not go to the hospital because of the legal, this thing. So I don't know what to do. So I left a message, in a video, saying, hey, I'm there for the family. I'll donate some X amount and take care of them. And apart from that, I'll take care of the medical needs and all that. But my condolences to the family. I want to tell them again and again that I am there. I am not a person who will give up. Me or my producers or my directors, we are not those kind of people. We will genuinely put. And this is not some media show. I am genuinely telling you, this is not some media show. Genuinely, at a very human level, at a very spiritual level, I want to do this for the child. Who is my fan? I love my fans. And I would want to do best things as much as possible because it happened in my premises. Not in my premises, in my surroundings or because of me or whatever. I am not directly blamed, but just what happened in my film. അതായത് ആള് വെറീഡാണ്, കാണുമ്പോ തന്നെ അറിയാം ആള് ഇടയ്ക്ക് പോകുന്നുണ്ട്. കാരണം പിന്നെയും പിടിച്ച് അകത്തിട്ട പണിയുണ്ട്, ലൈക്ക് അത് സീരിയസ് പണി കിട്ടും.
പിന്നെന്ന് പറഞ്ഞാൽ ചുറ്റും ഇരിക്കുന്നവര് നിയമം അറിയുന്നവരാ തോന്നുന്നു. അവർ അതെ, പറയുന്ന ഓരോ അപ്പുറത്തുള്ള വേർഡ്സും വക്കീലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ കോട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം സ്റ്റാമ്പിങ് അല്ല, സഫോക്കേഷൻ ആണ്. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കരമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാലും whatever, അവിടുത്തെ അയാളും പറഞ്ഞിട്ട് അല്ലു അർജുനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല എന്ന് അയാൾ അന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ അല്ലു അർജുൻ അല്ല അവര് ശരിക്കും കേസ് കൊടുത്ത ആള് വിഡ്രോ ചെയ്തില്ലേ? കേസ് വിഡ്രോ ചെയ്യും എന്നാണ് പറഞ്ഞത്. ചെയ്തോ എനിക്കറിയില്ല. അവര് അതാണ്ടായത്. അല്ലാതെ അല്ലു അർജുനെതിരെ കേസ് എടുക്കാൻ വേണ്ടിയിട്ടല്ല അത് ചെയ്തെന്നാണ് അന്ന് പറഞ്ഞത്. പിന്നെ അല്ലു അർജുന ഒരു കാരണമായി, നിമിത്തമായി എന്നുള്ള സത്യം തന്നെയാണ് എന്തായാലും. ബട്ട് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഇതിലൊരു മാറ്റം വരണം. കുറേ ഇപ്പൊ കേരളത്തിൽ ഞാൻ കാണാറില്ല, ബട്ട് കേരളത്തിലും വന്നിട്ടുണ്ട് ഈ വലിയ വലിയ മറ്റേ ഇത് വരൂലൂടെ, ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് ദുൽഖർ, മമ്മൂക്ക, ലാലേട്ടൻ. അയ്യോ, ലാലേട്ടൻ എന്നാ അങ്ങാടി വരുന്ന സമയത്തൊക്കെ ഇതേപോലെ ആ കൂട്ടം കൂടും. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊക്കെ അൺകൺട്രോളബിൾ അല്ല. അവിടെ ഓർഗനൈസേഴ്സ്, പോലീസും ബൗൺസേഴ്സും ആയിട്ട് കാര്യങ്ങൾ സെറ്റ് ആക്കുന്നുണ്ട്. ഇതിലിപ്പോ എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് ഇതിലെ കേസ് പോകേണ്ടത് ഒന്ന് ഇതാരും ഓർഗനൈസ് ചെയ്തു. പ്രൊഡക്ഷൻ ടീമാണെങ്കിൽ സിനിമേൻ്റെ അവര്. നെക്സ്റ്റ് ഓബിയസ്ലി അത് അല്ലു അർജുൻ തന്നെ ആയിരിക്കും. ആൻഡ് ദ വെരി നെക്സ്റ്റ് ഈസ് തിയേറ്റർ. പിന്നെ ഒന്നാമത് എന്താന്ന് പിന്നെ വെച്ചാൽ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് വന്ന അനാസ്ഥ ഭയങ്കരമാണ്. പിന്നെ ഒന്നാമത് എന്താന്ന് വെച്ചാൽ ഈ തെലുങ്ക് നാട്ടിലും മറ്റേ തമിഴ്നാട്, കർണാടകയിലൊക്കെ പറഞ്ഞാൽ താരാരാധന കുറച്ച് കൂടുതലാണ്. കുറച്ചല്ല, നല്ല കൂടുതലാണ്. അതാണ് പ്രശ്നം സത്യം പറഞ്ഞാൽ. എന്താണെങ്കിലും അല്ലു അർജുൻ പെട്ട അവസ്ഥയാണ്, പെടാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. കാരണം ഇതിൽ രാഷ്ട്രീയ കളി കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം പറഞ്ഞ പോലെ അടുത്ത രാംചരന്റെ സിനിമ ഇറങ്ങുമ്പോ ഒന്ന് താഴ്ത്താനൊക്കെ നോക്കാനുള്ള രീതിയിലും സംഗതി ഉണ്ട്. പക്ഷെ ഇതും ഒരു തരം എന്താ പറയാ, ഒരാളെ ഇങ്ങനെ അടിക്കുന്നത് ഇപ്പൊ ഏത് നാട്ടിലാണെങ്കിലും ഒരാളെ, കാരണം പൊളിറ്റിക്കലുള്ള ആൾക്കാര് നല്ല സൂപ്പർ ആയിട്ടൊന്നല്ല, അവർ ഇതിനേക്കാൾ അപ്പുറം കളി കളിച്ചവരാണ്. എന്തായാലും പൊളിറ്റിക്കലി ഇട്ട് അടിക്കുമ്പോ അത് അല്ലു അർജുൻ തന്നെയാണ് ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇമോഷൻ ബെനിഫിറ്റ് കിട്ടുക. ഓക്കെ, അതാണെങ്കിൽ അത് ഡിനൈ ചെയ്യുന്നില്ല അയാൾ കാരണമല്ല എന്നുള്ളത്. അല്ലു അർജുൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പരിധി വരെ അയാൾ കാരണം തന്നെയാണ് അത് സംഭവിച്ചെന്നുള്ളത്. എന്നാലും ഗവൺമെന്റിന് കുറ്റം പറയണില്ല, ഒന്നും പറയാത്തന്നെ ഇത്ര കുറ്റം പറഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? അന്ന് തന്നെ വെള്ളിയാഴ്ച കണ്ടുകൊണ്ടുപോയി ശനിയാഴ്ച കൊണ്ടുപോയിട്ട് ഞായറാഴ്ച ഇട്ടിട്ടാണ്, അല്ല വെള്ളിയാഴ്ച കൊണ്ടുപോയിട്ട് ശനിയാഴ്ച കൊണ്ടുപോയിട്ട് രാത്രി മറ്റേ ബെയിൽ കൊടുത്തിട്ട് വാങ്ങാതെ അവിടെ ഒരു കളി കളിച്ചു. രാത്രി ഹോസ്പിറ്റൽ അല്ല പ്രിസണിൽ കിടന്നു, ജയിലിൽ കിടന്നു. ഇനി എത്ര ദിവസം കടത്തിയാലോ പറയാൻ പറ്റില്ല, റിയൽ പുഷ്പയാവേണ്ട അവസ്ഥയാവും. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് ഇനി അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം.